ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, പത്തനാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിക്കുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഉദ്ഘാടനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. മേലില ജംഗ്ഷനിൽ നിന്ന് മന്ത്രി ബസ് ഓടിച്ചുകൊണ്ടാണ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനൊടുവിലാണ് പത്തനാപുരം മേലിലയിലെ അറയ്ക്കൽ ക്ഷേത്രം വഴി തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ് സർവീസ് തുടങ്ങുന്നത്. അരുൺ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ രാജ്, മന്ത്രി തന്നെ ബസ് ഓടിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയാണല്ലോ. തീർച്ചയായും സ്മിത, മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ നേരിട്ട് വാഹനം ഓടിച്ചാണ് ഈ ഔദ്യോഗികമായ ഇതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കുന്നത്. കാരണം ഇത്തരം വാഹനങ്ങൾ KSRTC പുതിയ വാഹനങ്ങൾ ഇറക്കുമ്പോൾ തന്നെ മന്ത്രി നേരിട്ടെത്തുന്ന പതിവുണ്ട്. കാരണം മന്ത്രി മേലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്. മണ്ഡലത്തിലെ ഒരു പുതിയ KSRTC സർവീസാണ്. ആ സർവീസാണ് ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. പത്തനാപുരത്ത് നിന്ന് ആരംഭിച്ച് ഈ വാഹനം മേലില വഴി അറയ്ക്കൽ വഴി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. മെഡിക്കൽ കോളേജിൽ പോകാനുള്ളവർക്ക് അതിന്റെ സൗകര്യമടക്കം ക്രമീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ സമയമടക്കം ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മന്ത്രി KB ഗണേഷ് കുമാർ ഈ വാഹനം ഇപ്പോൾ എടുക്കുന്നതാണ്. ഇപ്പോൾ അറയ്ക്കൽ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്കാണ് വാഹനം പോവുക. മേലിലെ നിന്നുള്ള ഔദ്യോഗികമായ ആദ്യ സർവീസ് ഈ വാഹനത്തിന്റെ ആദ്യ സർവീസാണ്. ഈ വാഹനത്തിന്റെ ആദ്യ സർവീസാണ് ഇപ്പോൾ മന്ത്രി നിർവഹിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറെ നാളത്തെ ഈ മേലിലക്കാരുടെയും പത്തനാപുരക്കാരുടെയും ഒക്കെ ആവശ്യമായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിലേക്ക് ഇതുവഴി പോകണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടാണ് ഈ നാട്ടുകാരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ഒരു ആശ്രയം എന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ സർവീസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നാളെ മുതൽ ഈ സർവീസ് ഉണ്ടാകും. മന്ത്രി നേരത്തെ പറഞ്ഞത് ഈ KSRTC ബസ്സുകൾ അത് പൂർണ്ണമായും ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇനി മുതൽ ബസ്സുകളുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാം. പുതിയ സർവീസാണ്, ഓരോ സ്ഥലത്തും പുതിയ പുതിയ സർവീസുകൾ നമുക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ ഇതിന് യാത്രക്കാരെ കാണുന്നത്? ഇതിനൊരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. തുടങ്ങിയ സർവീസ് എല്ലാം നന്നായി പോകുന്നുണ്ട്. പുതിയ പുതിയ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന അനുസരിച്ച് എല്ലാ ഡിപ്പോകളിലേക്കും അയക്കുന്നുണ്ട്. അങ്ങ് കാസർഗോഡ് മുതൽ അയക്കുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് നിന്ന് ഈ ലിങ്ക് ബസ് തന്നെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക്, അതായത് നാഷണൽ ഹൈവേ കൂടെ അല്ല, സ്റ്റേറ്റ് ഹൈവേ വഴി അയക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ചെറിയ റോഡുകളിലൂടെ നമ്മൾ അതർ സ്റ്റേറ്റുകളിലേക്കും കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ കയറ്റുന്നുണ്ട് വണ്ടി. അപ്പോൾ അത്തരം സർവീസുകൾ എടുക്കുകയാണ്. കാസർഗോഡ് നിന്ന് എടുക്കുന്നുണ്ട്, കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല വിജയകരമായി പോവുകയാണ്. കാർഡ് അത് ഞാനടക്കം പലപ്പോഴും KSRTC ബസ്സുകളിൽ കയറുമ്പോൾ ചോദിച്ചാവശ്യപ്പെടുകയാണ് ഓരോ യാത്രക്കാരും. അത് വൻ വിജയമായി മാറുകയും ചെയ്തു. കാർഡ് വൻ വിജയമായി മാറിയിരിക്കുകയാണ്. കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടാനുള്ള താമസമേ ഉള്ളൂ. ഇപ്പം 40,000 കാർഡ് വന്നിട്ടുണ്ട്. അത് വടക്കൻ ജില്ലകളിൽ കൊടുക്കണമെന്ന് അവിടുത്തെ MLA-മാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും ഡിപ്പോയിൽ നിന്നുള്ള ഡിമാൻഡ് വെച്ചിട്ടും അങ്ങ് കൊടുക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. 5 ലക്ഷം കാർഡ് വരും, ഉടൻ തന്നെ വരും. 5 ലക്ഷം കാർഡ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അത് അവർ ഉടനെ വരും. കാർഡിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടല്ലോ. കാർഡ് ഭയങ്കര വിജയമാണ്. ഗ്രാമീണ റൂട്ടുകളെ അവഗണിക്കുന്നു എന്നായിരുന്നു നേരത്തെ KSRTC സംബന്ധിച്ചുള്ള ഒരു പരാതി. ഇപ്പോൾ അതുകൂടി പരിഗണിച്ച് ഗ്രാമീണ റൂട്ടുകളിലടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം സഹായത്തോടെ നമ്മൾ വാഹനങ്ങൾ വിടുകയാണ്. അല്ല, ഞങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതിന് ശേഷം ധാരാളം പുതിയ റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ പല റോഡുകളെയും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള റോഡുകളാണ്. അപ്പോൾ ആ റോഡുകളിൽ വണ്ടികളില്ല. അപ്പോൾ ആ റോഡുകളെ ഇതുവരെ KSRTC പരിഗണിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ മിനി ബസ്സും ഈ ലിങ്ക് ബസ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഈ റോഡ് തന്നെ ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ റോഡ് ഡെവലപ്പ് ചെയ്യുന്ന ശേഷം ഇതിൽ അങ്ങനെ വണ്ടികൾ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇതുവഴി കടന്ന് ഈ റോഡ് ഒരു കണക്ഷനാണ്. അതായത് കുന്നിക്കോട് നിന്ന് അങ്ങ് പുലിക്കോട് പോയി ഇറങ്ങുന്ന ഈ റോഡ് ഒരു കണക്ഷനാണ്. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് ആകർഷകമായി തോന്നിയത് പുതിയ ബിസിനസ് ക്ലാസ് ബസ്സുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. വമ്പൻ പ്രഖ്യാപനമാണ് KSRTCയെ സംബന്ധിച്ച്. KSRTC ആയിരിക്കും ഇന്ത്യയിൽ ആദ്യമായി അത്തരത്തിലൊരു ബസ് കൊണ്ടുവരുന്നത്. അത് ആദ്യം നമ്മൾ ഈ വാഹനങ്ങളിൽ ബസ് വന്ദേ ഭാരതിന്റെ ബദലാണോ? വന്ദേ ഭാരതത്തിന് അതുപോലെ ഒരു സർവീസാണ്. ബദലെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒന്നിനും ബദലല്ല. നമ്മൾ വേറൊരു സമയം വന്ദേ ഭാരതിനേക്കാൾ മികച്ച സീറ്റൊക്കെ ആയിരിക്കും. കാരണം അതിനേക്കാൾ ഭയങ്കര, കാരണം ഞാൻ പറഞ്ഞല്ലോ, എമിറേറ്റ്സ് വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ്സിനോട് തുലനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സീറ്റാണ് എന്റെ സ്വപ്നം. അപ്പോൾ ആ സീറ്റുകളൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് വെളിയിൽ നമ്മൾ. അപ്പോൾ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പം വേറെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാവരുമായിട്ടും ഡിസ്കഷനാണ്. KSRTC MD അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യും. കാരണം ഈ മോട്ടറൈസ്ഡ് പത്തനാപുരം
മേലില അറയ്ക്കൽ വഴി തിരുവനന്തപുരത്തേക്ക് ഉള്ള KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഉദ്ഘാടനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. രാജാണ് വിവരങ്ങളും തത്സമയ ദൃശ്യങ്ങളും നമുക്ക് നൽകിയത്. നാട്ടുകാരുടെ വളരെ നാളത്തെ ആവശ്യമായിരുന്നു ഈ ഒരു ബസ് സർവീസ് തുടങ്ങുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.